ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇസ്ലാം എന്തുകൊണ്ടാണ് വിമർശിക്കപ്പെടുന്നത് എന്ന് എല്ലാവരും എപ്പോഴും ചോദിക്കാറുണ്ട്. മറ്റൊന്നുമല്ല, ഇസ്ലാമിലെ ഇത്തിരാഹിത്യം പെട്ടെന്ന് ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നു. വളരെ പെട്ടെന്ന് കാലാനുസൃതമായ മാറ്റത്തിരുത്തലുകൾക്ക് മറ്റ് മതങ്ങളും മതനിയമങ്ങളും ഒക്കെ വിധേയരാകുകയും മതപുരോഹിതർ അതിന് തയ്യാറാകുകയും ചെയ്യുമ്പോൾ ഞങ്ങളുടെ മതമെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു മതവിഭാഗം ഇവിടെയുണ്ട്. 6-ാം നൂറ്റാണ്ടിന്റെ നിയമമാണ്. ആ നിയമം ഇന്നത്തെ മാറിക്കൊണ്ടിരിക്കുന്ന ജനതയ്ക്ക് പ്രാവർത്തികമാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതെന്താ പ്രാവർത്തികമാക്കിയാൽ എന്ന് ചോദിക്കുന്ന ഒരു ജനവിഭാഗം. ഇനി നമുക്ക് ഇസ്ലാം വിമർശിക്കപ്പെടുന്നുണ്ട് ഒരു ഭാഗത്ത്. ശരി, ഇസ്ലാമിനെ ഈ മതത്തിനകത്ത് നിന്നിട്ട് ഇസ്ലാം മതം പ്രചരിപ്പിക്കാനാണ്, വളർത്താനാണ് എന്ന വ്യാജേന യുക്തിവാദികൾക്ക് മറുപടി, ഇസ്ലാം മത വിമർശകർക്ക് മറുപടി എന്നൊക്കെ പറഞ്ഞിട്ട് സ്ത്രീകളുടെ ഈ മതം നൽകുന്ന സ്വാതന്ത്ര്യം എടുത്തു വിളമ്പി ഇസ്ലാമിനെ ശരിക്കും ട്രോളുന്നത് ആരാണെന്ന് അറിയാമോ? നമ്മുടെ ഇത്തരം ഉസ്താദുമാരാണ്. ബ്ലൂടൂത്ത് സ്പീക്കർ ഒന്ന് ഓൺ ചെയ്യട്ടെ, സൗണ്ട് വേണമല്ലോ, കേൾക്കുമ്പോഴൊരു പഞ്ച് വേണ്ടേ. കാരണം പ്രത്യേകിച്ച് ഇസ്ലാമിന്റെ സ്വാതന്ത്ര്യമാണ്, സ്ത്രീ സ്വാതന്ത്ര്യത്തെ കുറിച്ചിട്ടാണ് വിളിച്ചോതുന്നത്. അലമുറയിട്ട് പറഞ്ഞതുകൊണ്ടോ കുറച്ച് മസില് പിടിച്ച് വൈകാരികമായി ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചത് കൊണ്ടോ ഈ മതം സ്വാതന്ത്ര്യമുള്ളതാകത്തില്ല. ഈ മതം ബേസിക്കലി സ്വാതന്ത്ര്യമില്ലാത്തതാണ്, പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊന്ന്. 2, മതപ്രമാണങ്ങൾ പരിചയപ്പെടുത്തുന്ന സ്ത്രീ എന്താണ് എന്ന് എഴുത്തും വായനയും അറിയുന്നവർക്കറിയാം. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എഴുത്തും വായനയും അറിയാത്തവർക്കും അറിയാം. കാലഘട്ടം ഒരുപാട് മാറിപ്പോയില്ലേ? ശരി, നാം കേട്ടത് സ്ത്രീകൾക്ക് ഇസ്ലാം കൊടുത്ത ആ സ്ഥാനവും മാനവും അവർക്ക് കൊടുത്ത ബഹുമാനവും കണ്ടുകൊണ്ട് ഇസ്ലാമിന്റെ സത്യപ്രകാശത്തിലേക്ക് കൂടുതലായും കടന്നു വരുന്നത് പുരുഷന്മാരെക്കാൾ സ്ത്രീകളാണ് എന്ന ഈ മുസ്ലിം പുരോഹിതർക്ക് ഇന്ന് നമ്മൾ ആരും മറുപടി പറഞ്ഞ് ബുദ്ധിമുട്ടണ്ട. അവര് തന്നെ ഇസ്ലാമിനെ ട്രോളുന്നു, അവർക്ക് തന്നെ അതിന്റെ മറുപടിയും ലഭിക്കുന്നു. നോക്കിക്കോരണം. സിമ്പിളായ ഉദാഹരണം പറയാം. പീഡോഫിലിയ എന്ന് പറഞ്ഞാൽ കുട്ടികളോട് ലൈംഗികമായി അട്രാക്ഷൻ തോന്നുന്ന അവസ്ഥ. ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അങ്ങനെ തോന്നുന്നുള്ളൂ. അയാളോട് നമ്മൾ സയൻസ് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നാളെ മുതൽ നിനക്ക് മുതിർന്നവരോട് തോന്നണം എന്ന് തിട്ടൂരാക്കിയ കാര്യമുണ്ടോ? കാര്യമില്ല. അയാൾക്ക് അങ്ങനെ തോന്നുള്ളൂ. അയാളുടെ ബ്രെയിൻ വയറിങ്ങോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളോ അങ്ങനെ ആയിരിക്കാം. അവിടെ നമ്മൾ എന്താ പറയുന്നത്? അയാളുടെ തോന്നൽ എന്തോ ആകട്ടെ, പക്ഷേ ഈ സമൂഹത്തിൽ അത് ചെയ്യാൻ പറ്റില്ല, അത് തെറ്റാണ്. എന്ന് വെച്ചാൽ ശിശുരതിയിലേക്ക് അയാൾ പോകാൻ പറ്റില്ല. അയാളുടെ തോന്നൽ എന്ത് ചെയ്യണം? അയാൾ കൺട്രോൾ ചെയ്യണം. ഒരാൾക്ക് കുട്ടികളോട് അട്രാക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ ആ തോന്നൽ അയാൾക്ക് ഉണ്ടായിക്കോട്ടെ, പക്ഷേ ആ തോന്നൽ അയാൾ കൺട്രോൾ ചെയ്യണം. ആക്ഷനിലേക്ക് കടക്കാൻ പാടില്ല. ഒരു ശിശു രതി അയാൾ ചെയ്യാൻ പാടില്ല. അവിടെയുള്ള കുട്ടികളെ അയാൾ ഉപദ്രവിക്കാൻ പാടില്ല. അല്ലെങ്കിൽ കുട്ടി ഉപദ്രവം എന്ന് പറഞ്ഞാൽ അയാൾ ഒരു കുട്ടി സ്വയം ഇഷ്ടപ്പെട്ടു വന്നാൽ പോലും അയാൾക്ക് ചെയ്യാൻ പാടില്ല. നിയമപരമായും ധാർമ്മികമായും അത് തെറ്റാണ്. ഇസ്ലാമിൽ നിന്നിട്ട് ഇസ്ലാമിനകത്ത് നിന്നിട്ട് ഇസ്ലാമിനെ ഇത്രയും നന്നായി ട്രോളാമെന്ന് കാണിച്ചു തരുന്ന മറ്റൊരു മതം, വേറെ ഒരു മതപുരോഹിതർ വേറെ ഉണ്ടാകില്ല. കാരണം ഇവരിപ്പോ സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ ഉദാത്തമായ മാതൃകകളെ സംബന്ധിച്ച് നമുക്ക് പഠിപ്പിച്ചു തരികയാണല്ലോ. ഒരിക്കല് പ്രവാചകന്റെ ഭാര്യ ഹഫ്സ, ഉമറിന്റെ മകളാണ്. അവരെ പ്രവാചകൻ പറഞ്ഞ് തൽക്കാലത്തേക്ക് വീട്ടിലേക്ക് വിടുകയാണ്. വാപ്പ വിളിക്കണമെന്നും പറഞ്ഞിട്ട്. അങ്ങനെ പോയി നോക്കിയപ്പോൾ വാപ്പ വിളിക്കുന്നൊന്നുമില്ല, വെറുതെ നബി പറഞ്ഞതാണ് എന്ന് മനസ്സിലായി. തമാശയ്ക്ക് പോലും നുണ പറഞ്ഞിട്ടില്ലാത്ത നബി വേറൊരു പെണ്ണിനെ വിളിച്ച് കിടത്തിയിട്ടേ ഡിങ്കോ ഡാൽഫി ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരെ പറഞ്ഞു വിട്ടത്. പിന്നീട് അവർക്കത് മനസ്സിലായി. അവരങ്ങനെ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു. വന്നപ്പോഴത്തേക്കിന് ഇവിടെ ഉള്ള പൊരിഞ്ഞ ഡിങ്കോ ഡാൽഫി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് അടിമപ്പെണ്ണിനെ ഇവിടെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ടാകുമായിരിക്കും മരിയത്തുൽ കിബ്തിയെ. ശരി, അത് കണ്ടുകൊണ്ട് വന്നു. ഇത് നമ്മളാരും പറയുന്നതല്ല, ഖുർആൻ പറയുന്നതാണ്. അപ്പോ കൃത്യമായി പ്രവാചകന്റെ മാതൃക എന്താണ്? സ്ത്രീ സ്വാതന്ത്ര്യത്തിന് ഇതിനേക്കാൾ വലിയ ഒരു മോഡല് ഇനിയും വേറെ നിങ്ങൾ ചോദിച്ചു വരരുത്, ഉണ്ടാകത്തില്ല. തൽക്കാലം നമുക്കതൊന്ന് കേൾക്കാം. ഇനി ഞാൻ അവരുമായി ഒരിക്കലും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയില്ല, ഞാനത് എനിക്ക് നിഷിദ്ധമാക്കി. എന്നാൽ നിങ്ങൾ പിണങ്ങേണ്ടതില്ല, നിങ്ങൾ അതിന്റെ പേരിൽ വിഷമിക്കേണ്ടതില്ല എന്ന് തന്റെ ഭാര്യയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തെ കാര്യം, ഇസ്ലാമിനെ വിമർശിക്കാൻ ഇവര് തന്നെ വടി വെട്ടിത്തരുവാണ്, നമ്മളായിട്ട് ആരും ഒന്നും ചെയ്യുന്നതല്ല.
അപ്പം ഇസ്ലാം എന്തുകൊണ്ടാണ് ഇത്രയധികം വിമർശിക്കപ്പെടുന്നത്, പരിഹസിക്കപ്പെടുന്നത് എന്നതിന്റെ കാരണം കൃത്യമായിട്ട് ഇവരുടെ വാക്കുകളിൽ തന്നെയുണ്ട്. നമ്മൾ ആരും പറയുന്നതല്ലേ. അപ്പോൾ ഒരിക്കല് പ്രവാചകൻ അദ്ദേഹം തന്നെ പറയട്ടെ, റഫീഖ് സലഫി തന്നെ പറയട്ടെ, നമ്മൾ പറഞ്ഞാല് ഇസ്ലാമിൽ ഇല്ലാത്തതാണ്, ഖുർആനിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നതാണ്, ജൂതന്മാരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ട് ചെയ്യുന്നതാണ്, സംഘികൾ പൈസ തന്നിട്ട് ചെയ്യിപ്പിക്കുന്നതാണെന്നൊക്കെ അല്ലേ പറയാറ്. ഈ റഫീഖ് സലഫിക്ക് ഏത് സംഖ്യയാണ് പണം കൊടുക്കുന്നത് എന്ന് നിങ്ങൾ പറഞ്ഞു തരണം. ലാസ്റ്റ് പറഞ്ഞാൽ മതി. ശരി. വീട്ടിൽ വെച്ച് പ്രവാചകൻ തന്റെ ഈ അടിമ സ്ത്രീയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത്, ആ ദിവസം സത്യത്തിൽ ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ ദിവസമാണ്. പ്രവാചകൻ ഹഫ്സയുടെ കൂടെ കഴിയേണ്ട ദിവസമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇവരായിട്ട് തന്നെയാണ് ഇസ്ലാമിനെ വിമർശിക്കുന്നത്. ശരി, ഇവര് വടിവെട്ടി തന്നു കഴിഞ്ഞാൽ പിന്നെ അടിക്കുന്ന എനിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. ആലോചിക്കണം, എങ്ങനെ ആർമാദിച്ച ഒരു നബിയെ കുറിച്ചിട്ടാണ് ഇവർ പറയുന്നത്. ഇന്ന് ആ പെണ്ണെ, നാളെ മറ്റന്നാ അവള് ജീവിതം ഏതൊക്കെ രൂപത്തിൽ പെണ്ണുങ്ങളുമായും പണമായും ആഡംബരമായും അധികാരധാർഷ്ട്യമായും ആഘോഷിക്കാമോ അതെല്ലാം കൃത്യമായി പ്രാബല്യത്തിലാക്കി കാണിച്ചു തന്ന ഒരു പ്രവാചകന്റെ മാതൃകയാണ്. ഓരോ ദിവസം ഓരോ പെണ്ണിനെ ഏറ്റെടുത്തിരിക്കുക. ചേഞ്ച് വേണ്ടേ? പ്രവാചകൻ ആ കുറച്ച് കാലമല്ലേ ഉള്ളൂ, ആ ജീവിക്കുന്ന കാലം അത്രയും നീ പെണ്ണുങ്ങളുടെ കൂടെ ആർമാദിച്ച് ജീവിക്കണേ എന്ന് അള്ളാഹു അനുവദിച്ച് നൽകിയതാണ്. ശരി, ഹഫ്സയുടെ വീട്ടിൽ വെച്ചുമാണ് ഇത് നടക്കുന്നത്. അങ്ങനെ ഹഫ്സ തന്റെ പിതാവിന്റെ അടുക്കലേക്ക് പോയി തിരിച്ചു വരുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രൂപത്തിൽ തന്റെ അടിമ സ്ത്രീയുമായി ബന്ധത്തിലേർപ്പെട്ട വിവരം ഹഫ്സ റളിയല്ലാഹു അൻഹ അറിഞ്ഞപ്പോൾ സ്വാഭാവികമായും അറിഞ്ഞു എന്നൊക്കെ എന്തിനാണ് റഫീഖ് സലഫി ഇങ്ങനെ വളക്കുകയും ഒടിക്കുകയും ചെയ്യുന്നത്? ഹഫ്സ തിരിച്ചു വന്നപ്പോൾ അവിടെ ഹഫ്സയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അറിഞ്ഞപ്പോൾ എന്താണ് നബിയും മാരിയത്തുൽ ഖിബ്തിയും തമ്മിൽ ഒരുമിച്ച് ഹഫ്സയുടെ ബെഡിൽ കിടന്ന് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഹഫ്സ നേരിട്ട് കണ്ടു. ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ അതല്ലേ ഉള്ളത്. നിങ്ങൾ എന്തിനാണ് ഈ ഒളിക്കാനും മറയ്ക്കാനും ഒക്കെ ശ്രമിക്കുന്നത്? അപ്പോഴല്ലേ കൂടുതൽ നമുക്ക് വ്യാഖ്യാനിക്കേണ്ടി വരുന്നത്. നബി പറയില്ലല്ലോ, അതെ ഹഫ്സ നീ പോയ സമയത്ത് ഞാൻ ഇങ്ങനെ ഡിങ്കോഡാൽഫി പറയില്ലല്ലോ, മാരിയത്തുൽ ഖിബ്തി പറയില്ലല്ലോ, എന്നെ പിടിച്ചുകൂടെ കിടത്തി കേട്ടാ നിന്നെ പറഞ്ഞു വിട്ടത് ഇതിനു വേണ്ടിയിട്ട് പറയില്ലല്ലോ. അപ്പോൾ അണിഞ്ഞു എന്നൊക്കെ പണഞ്ഞിട്ട് ഒരു പെണ്ണ് എന്നുള്ള നിലക്ക് നീരസം പ്രകടിപ്പിച്ചു. അവർ പെണ്ണെന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, മാനവരിൽ മനോഹരന്റെ ചെയ്തിയായത്. കണ്ണ് തെറ്റിയാൽ അപ്പ പോകും വേലി ചാടാൻ. അപ്പോഴും അവിടെയും കുഴപ്പം പെണ്ണിനാ അല്ല. ഇപ്പൊ ഇങ്ങേരാണ് കണ്ടോണ്ട് വന്നെങ്കിൽ ഇങ്ങേര് ക്ഷമിക്കുവോ ഇയാള്? ഒന്നും വേണ്ട. ഒരു സുനയില്ലാത്തവനാണ് ആയിഷയുടെ വീട്ടിൽ വന്നിട്ട് പോയത്. അവന്റെ തലയെടുത്തിട്ട് വരാനാ നബി കൽപ്പിച്ചത്. മരുമോൻ ഉടനെ ഓടുക ഊരിപ്പിടിച്ച വാളുമായിട്ട് അവന്റെ തലയെടുക്കാൻ. പോയപ്പോ ഭാഗ്യം ആള് കുളിക്കാൻ നിൽക്കുമായിരുന്നു. ഒരു കുറിമുണ്ട് കൊടുത്ത്, ഒരു കുട്ടി തോർത്ത് കൊടുത്ത്. നോക്കിയപ്പോ അതിനകത്തൂടെ ആദ്യം അലി നോക്കിയത് സുനയുണ്ടോന്നാ. നോക്കിയപ്പോ സുനയില്ല. തിരിച്ചു വന്നിട്ട് നബി കാര്യമൊന്നും നടന്നിട്ടില്ല, ആയിഷയൊന്നും അയാൾ ചെയ്തിട്ടില്ല, സുനയില്ലാത്തത് കൊണ്ട് മാത്രം ജീവൻ പോകാതെ രക്ഷപ്പെട്ടു ആ മനുഷ്യൻ. അപ്പോ ഹഫ്സ തിരിച്ചു വന്നപ്പോൾ ഇവിടെ നല്ല കെങ്കേമമായ പൊരിഞ്ഞ കളി നടക്കുക. അത് കണ്ടോണ്ട് വന്നു ഹഫ്സ. ഹഫ്സയെ കണ്ടപ്പോഴത്തേക്കിന് ചാടി കൂട്ടി തുണിയും കോണാനും ഇല്ലാതെ എഴുന്നേറ്റ് നിന്നു. അത് പറ, അതാ സത്യം. പ്രവാചകനോട് പറഞ്ഞു, നബിയെ നിങ്ങൾ ഇങ്ങനെ ചെയ്തത് അത് കുറച്ചുകൂടി സൗമ്യമായിട്ട് സംസാരിക്കാൻ പറ്റും റഫീഖ് സലഫി. അതേ നബിയെ ഇത് ശരിയായില്ല കേട്ടാ, ടമാർ പട്ടാർന്ന് പൊട്ടിച്ചിട്ടുണ്ട് അവിടെ മോനെ. അനിഷ്ടമായി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലായി. ഓ എന്ത് നല്ല പദപ്രയോഗമല്ലേ. ശരി, നമുക്ക് ഒരല്പം ആ രൂപത്തിൽ തന്നെ പ്രയോഗിക്കാം. നബിക്ക് മനസ്സിലായി, ഹഫ്സയ്ക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഏത് ഭാര്യയ്ക്കാണാവോ ഇഷ്ടപ്പെടുന്നത്? അപ്പോൾ തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ അവരെ പ്രയാസപ്പെടുത്തേണ്ടതില്ല എന്ന നിലക്ക് തന്നെ പ്രയാസപ്പെടുത്തി കഴിഞ്ഞല്ലോ. കള്ളം പറഞ്ഞ് വീട്ടിലേക്ക് വിട്ടിട്ട് ഉടനെ അത്രയും സമയം കൊണ്ട് തന്നെ സമയം നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടിട്ട് ചെയ്തില്ലേ? 40 പുരുഷന്റെ കഴിവ് മാരിയത്തുൽ ഖിബ്തിയിൽ പ്രയോഗിച്ചില്ലേ? അത് ഹഫ്സ കണ്ടുകൊണ്ട് വരികയും ചെയ്തില്ലേ? ഇതിൽ പരം വലിയ ശിക്ഷ വേറെ ഇല്ല. ശരി, ഇനി ഞാൻ അവരുമായി ഒരിക്കലും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയാണോ അതിന്റെ മറുപടി? ആണോ? അവിഹിതം പിടിക്കപ്പെട്ടു കഴിഞ്ഞാല് ഇനി ഞാൻ അവരെ സമീപിക്കില്ല എന്ന് പറഞ്ഞത് അടിയൂരല. ഇനി ഞാൻ ഹഫ്സയെ സമീപിക്കില്ല, അങ്ങനെയാണോ?
ഇനി ഞാൻ മാരിയത്തുൽ കിബ്തിയെ സമീപിക്കില്ല. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടങ്ങ് തടി ഊരാൻ പറ്റുമോ? ഞാനത് എനിക്ക് നിഷിദ്ധമാക്കി, എന്നാൽ നിങ്ങൾ പിണങ്ങേണ്ടതില്ല, നിങ്ങൾ അതിന്റെ പേരിൽ വിഷമിക്കേണ്ടതില്ല എന്ന് തന്റെ ഭാര്യയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നബി പറഞ്ഞു, നീ വിഷമിക്കണ്ട, ഇനി മാരിയത്തുൽ കിബ്തി എനിക്ക് വേണ്ട. ഇനി ഏരിയയിൽ കണ്ടുവരുന്നത് ഇപ്പൊ എന്റെ പെൺപിള്ളിക്ക് തന്നെ ഇഷ്ടമല്ല. മാരിയത്തുൽ കിബ്തിക്ക് വരുന്ന കേട്ടാ പറഞ്ഞു കാണുമായിരിക്കും. ശരി, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും ഹഫ്സ പറഞ്ഞില്ല നിങ്ങൾ, പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്റെ ആ നിലപാടിനെ തിരുത്തി. വാനലോകത്ത് മനസ്സിലായില്ലല്ലോ. അള്ളാഹുവിന്റെ കളിയും കുളിയും ഒരു വല്ലാത്ത ഹരമുള്ള രണ്ട് കാര്യങ്ങളാണ്. അള്ളാഹു ആകാശത്തിൽ ഇങ്ങനെ നോക്കിയിരിക്കുവാണ്, എപ്പോഴാണ് ഇയാൾ കളിയെക്കുറിച്ചും കുളിയെക്കുറിച്ചും സംസാരിക്കുന്നത്. എന്നിട്ട് വേണം ജിബ്രീലേ പെട്ടെന്ന് വാടാ, മറ്റേ സീനായിട്ടുണ്ട്, പെട്ടെന്ന് പോയി ഇറക്കിയിട്ട് ആയത്തിറക്കിയിട്ട് വാ. കാര്യം മനസ്സിലായില്ലല്ലോ. നബിയുടെ കള്ളവെടി ഹഫ്സ പിടിച്ചു. ക്ഷമിക്കണം നിങ്ങൾ ഈ പദപ്രയോഗമൊക്കെ പ്രയോഗിച്ചതില്. മനസ്സിലായ? ഇതില് വേറെ വാക്കുകളൊന്നും പറയാനില്ല. നബിയുടെ അവിഹിതം സ്വന്തം ഭാര്യ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ കയ്യോടെ പൊക്കി പിടിച്ചവിടെ നിർത്തിയിരിക്കുക. ആഹാ, എന്നെ പറഞ്ഞു വിട്ടിട്ട് ഇതായിരുന്നു പണിയല്ലേ? അപ്പ പടച്ചോൻ ഇടപെടുക. അന്നേരം എന്തെല്ലാം ചെയ്യാനുണ്ട്. അരിമണിയിൽ പേരെഴുതാനില്ലേ? ഈ ചാക്ക് കണക്കിന് അരിയ ഓരോ ദിവസവും കോഴിക്കോട് പുതിയങ്ങാടിയിൽ വന്നിറങ്ങുന്നത്, വലിയങ്ങാടിയില്. ഈ അരിക്കകത്ത് മൊത്തവും പേരെഴുതണ്ടേ? ചില ആളുകളുടെ പേര് പുരുഷോത്തമൻ എന്നൊക്കെ ആയിരിക്കും. അത്രയും പേരെഴുതണ്ടേ? ചില ആളുകളുടെ പേര് ശശി എന്ന് മാത്രമേ ഉണ്ടാവൂ. അത് ഏതെല്ലാം ശശിമാരുണ്ട്, ഏതെല്ലാം രവിമാരുണ്ട്. ഇത്രയും ആളുകളുടെയും പേര് അരിമണിക്കകത്ത് എഴുതുന്ന തിരക്കിനിടയിലും നബിയുടെ കളിക്കാര്യത്തിന് ഓടി ഇറങ്ങി വരുക പഠിച്ചോൻ. കേട്ടോ, ഭൂവനത്തിലേക്ക് വിശുദ്ധ ഖുർആനിൽ വചനം അവതരിപ്പിച്ചു. എടുത്തു പരിശോധിച്ചു നോക്ക്. വിശുദ്ധ ഖുർആനിലെ 66-ാം അധ്യായം സൂറത്തു തഹ്രീമിലെ 1-ാമത്തെ വചനം തന്നെ അതാണ്. എന്താ അല്ലാഹു പറഞ്ഞത്? കേട്ടോ, യാ അയ്യുഹൻ നബിയ്യു നബിയേ, ലിമ തുഹരിമു മാ അഹല്ലല്ലാഹു ലക, നീ എന്തിനാടാ നിനക്ക് ഞാൻ ഹലാലാക്കി തന്ന അവിഹിതത്തെ ഹറാമാക്കുന്നത്? ഭാര്യയുടെ അഭാവത്തിൽ ഇനിയും ഉണ്ടെങ്കിലും പ്രഭാവത്തിലാണെങ്കിലും നിനക്ക് അന്യ പെണ്ണുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള അനുവാദം ഞാൻ നൽകിയതല്ലേ മമ്മദേ? അല്ലേ? നിനക്ക് ഇഷ്ടമുള്ളപ്പോഴെല്ലാം ഇഷ്ടമുള്ളവളുമാരുടെയൊക്കെ കൂടെ പോകാൻ നിനക്ക് ഞാൻ അനുവാദം നൽകിയപ്പോൾ സ്വന്തം ഭാര്യയെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി എന്തിനാടാ സൗജന്യമായി കിട്ടുന്ന ഒരു കളി നീ കളയുന്നത് എന്നുള്ളഹു ആയി തിറക്കാം. ഓ പ്രവാചകരെ, ലിമ തുഹരിമു, നിങ്ങൾ എന്തിനാണ് നിഷിദ്ധമായി പ്രഖ്യാപിക്കുന്നത്? അള്ളാഹു നിങ്ങൾക്ക് അനുവദിച്ചു തന്ന ഒരു കാര്യത്തെ അള്ളാഹു നിഷിദ്ധമാക്കിയതല്ല. അത് അള്ളാഹു അനുവദിച്ചു കൊടുത്ത അവിഹിതത്തെ സംബന്ധിച്ചിട്ടാണ് ഈ പറഞ്ഞത്. മതിയോ? സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ ഉദാത്തമായ മാതൃക എനിക്ക് ഞാനിനി ഒരു ചിന്ന മാതൃകയും കൂടി എടുത്തു തരാം കേട്ടോ. എന്തായിരുന്നാലും നമ്മൾ മെനക്കെട്ടതല്ലേ, ഇനിയിപ്പം അതും കൂടി അങ്ങ് കഴിയട്ടെ. തുടങ്ങാം. പ്രസവ വേദനയെടുത്ത് ഖതബ് എന്ന് പറഞ്ഞാല് പലകപ്പുറത്ത് പ്രസവിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്ന പെണ്ണ്, പ്രസവ സമയമായി 10 മാസമായി. ആ സമയത്ത് ഭർത്താവ് ഒന്ന് ആഗ്രഹിക്കുന്നു, നീയുമായി ഒന്ന് ബന്ധപ്പെട്ടാൽ കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ടെങ്കിൽ ആ സമയത്ത് പോലും ഭർത്താവിന് വേണ്ടി നീ വഴങ്ങിക്കൊടുക്കണമെന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. സ്ത്രീ സ്വാതന്ത്ര്യം ഇത്രയ്ക്കൊന്നും അല്ല, ഒരുപാടുണ്ട് സ്ത്രീ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയാൻ. പക്ഷേ നമുക്ക് സമയം കുറവാണല്ലോ. എന്നാലും ഒരു സാമ്പിളെങ്കിലും ഒന്ന് കാണിക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ. സ്ത്രീ സ്വാതന്ത്ര്യം. കൈകൊണ്ട് നിക്കാഹ് കഴിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാ, കൈകൊണ്ട് സുഖം എടുക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. അതേപോലെ യുവതികളായ സഹോദരിമാർ കൈക്രിയകൾ ചെയ്യുന്നുവെങ്കിൽ അവളും ശപിക്കപ്പെട്ടവളാണ്, അവളും ശപിക്കപ്പെട്ടവളാണ്. ആധുനിക സംവിധാനങ്ങൾ കൊണ്ട് ചൈനക്കാരന്മാര് നിർമ്മിച്ചിരിക്കുന്ന സുഖലോലുപതയ്ക്ക് വേണ്ടിയുള്ള പാശ്ചാത്യ സംസ്കാരത്തെ കിടപിടിച്ചുകൊണ്ട് യന്ത്രങ്ങളിലൂടെയും ഇലക്ട്രിക് ഉപകരണങ്ങളിലൂടെയും പുരുഷന്മാരും സ്ത്രീകളും സ്വയം ഭോഗം നടത്തുന്നുവെങ്കിൽ പരിശുദ്ധ ഇസ്ലാം പറയുന്നു അത് നിഷിദ്ധമാ, അത് ഹറാമാ. അതിനുവേണ്ടി നിങ്ങൾ തയ്യാറെടുക്കരുത്. തന്റെ കൈകളിലുള്ള ശുക്ലങ്ങളുണ്ടല്ലോ, ഈ ശുക്ലങ്ങൾ നാളെ ആഖിറത്തിൽ നിന്റെ കൈകൾ ഹാജരാക്കുമ്പോ നിന്റെ കൈകളിലൂടെ ഒലിച്ചുപോയ ശുക്ലങ്ങൾ ഈ വിരൽ തുമ്പിൽ അത് കുട്ടികളെ പോലെ കിടന്നിട്ട് ഉപ്പാ 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 ഉമ്മ എന്ന് വിളിക്കുമ്പോ ഇത് ഉമ്മാന്ന് വിളിക്കുമല്ലേ? ശരിയാണ്.
ഒരു അടാറായിട്ടും ഉണ്ടായിരുന്നു. ഇപ്പൊ കാണുന്നില്ല, ഞാൻ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഏതെങ്കിലും സാഹചര്യത്തില് എടുക്കണമെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് നോക്കട്ടെ. സ്ത്രീ സ്വാതന്ത്ര്യത്തെ കുറിച്ചിട്ടാണല്ലോ നമ്മൾ ഈ നിക്കാഹ് എന്നുള്ള കാര്യം ദുനിയാവിലെ മാത്രം വിധിയല്ല. വേറൊരിക്കലും ആകാനും കേട്ടോ. എൻ്റെ കയ്യിലുണ്ടായിരുന്നു. നിങ്ങൾക്ക് അറിയുന്നതാണ്, പലപ്പോഴും ഞാനത് നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തന്നിട്ടുള്ളതാണ്. സാരമില്ല, പോട്ടെ. ഏതാണ്ട് സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടല്ലോ. ഒരെണ്ണം കിട്ടി. ഇന്നലെ രാത്രി എന്റെ വാഹനം ഓടിച്ചത് തെറ്റിപ്പോയി. പിൻഭാഗത്തൂടെ ആയിരുന്നു ഞാൻ എന്റെ വാഹനം ഇന്നലെ ഓടിച്ചത്. റസൂല് ഒന്നും മിണ്ടില്ല. നിയമം പറയട്ടെ, അങ്ങനെ പറയാൻ പറ്റും. ഇത് നമ്മൾ മിണ്ടാതിരുന്നു. വഹിയിറങ്ങി. ആയത്തിറങ്ങി. എന്ത്? നിങ്ങളുടെ വിളനിലമാണ്, നിങ്ങൾ ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾ കൊയ്തു കൊള്ളുക. കിടത്തിയോ, തിരിച്ചു കിടത്തിയോ, പിൻഭാഗത്ത് കൂടിയോ, സ്ത്രീ സ്വാതന്ത്ര്യമാ. മലർത്തി കിടത്തിയോ, പിൻഭാഗത്ത് കൂടിയോ, മുൻഭാഗത്ത് കൂടിയോ, മലദ്വാരത്തെയും സൂക്ഷിക്കണം. മെൻസസിന്റെ സമയവും നിങ്ങൾ. അതായത് സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ ഉദാത്തമായ മാതൃകയാണ് ഇസ്ലാം. ഇപ്പൊ നമ്മുടെ ആദ്യം ഞാൻ ഡിസ്പ്ലേയിൽ കാണിച്ച ആളുണ്ടല്ലോ, അദ്ദേഹം ഇസ്ലാമിനെ പൊതിയാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചതാ. കഴിഞ്ഞ ദിവസം ശവഭോഗത്തെക്കുറിച്ച് ജാമിത നുണ പറഞ്ഞു എന്നും പറഞ്ഞു വന്നു. ഞാൻ ശവഭോഗവും മൃഗഭോഗവും ഭൂതഭോഗവും ശിശുഭോഗവും ഇതിന്റെ ഒക്കെ ഹദീസുകളൊക്കെ അങ്ങോട്ട് തെരഞ്ഞു പിടിച്ചെടുത്തിട്ടിട്ട് അങ്ങോട്ട് ഇട്ടു കൊടുത്തു. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ സൗകര്യം പോലെ ചാനലിൽ പറഞ്ഞാൽ മതി, ഞാനത് കേട്ടിട്ട് മറുപടി പറഞ്ഞോളാം എന്ന് പറഞ്ഞു. പിന്നീട് ഇതുവരെ ഈ വഴിക്ക് കണ്ടിട്ടില്ല കേട്ടാ. എന്തൊരു പാടാ. ഇപ്പം മനസ്സിലായോ സ്ത്രീ സ്വാതന്ത്ര്യത്തെ കുറിച്ചിട്ട്? ശരി, നമുക്ക് ഇനിയും ഇതുപോലെയുള്ള ട്രോളുകളുമായിട്ട് ഇവർ വരും. അപ്പൊ നമുക്ക് മറുപടി പറഞ്ഞു തരാം കേട്ടോ. നന്ദി.